രക്ഷിതാക്കൾ അവരുടെ കുട്ടികൾ നന്നായി ഉറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടികളുടെ അസുഖം മാറാൻ വേണ്ടി അവർക്ക് കഫ് സിറപ്പ് വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം ഈ കഫ് സിറപ്പ് കഴിച്ച ചില കുട്ടികളിൽ യൂറിൻ പാസേജ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചില കുട്ടികൾ മരണപ്പെടുകയും ചെയ്യുന്നു. ശരിക്കും ഇത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്ത ഈ ഒരു കഫ് സിറപ്പിൽ എന്തായിരിക്കും പ്രശ്നം? ഈ അടുത്ത് മധ്യപ്രദേശിൽ ഒരു പ്രത്യേകതരം കമ്പനിയുടെ കഫ് സിറപ്പ് കഴിച്ച് ഏതാനും ചില കുട്ടികൾ മരണപ്പെടാനിടയായി. പ്രാഥമിക പരിശോധനയിൽ ആ കമ്പനിയിലുള്ള പൂർ ക്വാളിറ്റി ആയിരുന്നു പ്രശ്നം. എന്നാൽ ലാബ് ടെസ്റ്റിലാണ് വ്യക്തമായത് ആ കമ്പനി നിർമ്മിച്ച ചില കഫ് സിറപ്പിന്റെ ചില ബാച്ചുകളിൽ DEG അഥവാ ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു ടോക്സിക് ഇൻഡസ്ട്രിയൽ കെമിക്കൽ ഉണ്ടായിരുന്നു. ഇതകത്ത് ചെന്ന് കുട്ടികളുടെ കിഡ്നി അതുപോലെ തന്നെ മറ്റുള്ള ചില ഓർഗൻ സിസ്റ്റംസ് ഡാമേജ് ആയിട്ടാണ് അവർ മരണപ്പെടാനിടയായത്. ശരിക്കും എന്താണ് DEG? DEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർലെസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ പച്ചവെള്ളം പോലത്തെ ഒരു കെമിക്കലാണ്. അത് സാധാരണ ഈ ബ്രേക്ക് ഫ്ലൂയിഡുകളിലും എഞ്ചിൻ കൂളന്റുകളിലും പെയിന്റിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സോൾവൻസിലൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇത് നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ടോക്സിക് ആസിഡ് ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ കിഡ്നി, ലിവർ, ബ്രെയിനിനെയൊക്കെ അങ്ങ് നശിപ്പിച്ചളയും. ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ DEG ഒരു കഫ് സിറപ്പിൽ വരുന്നത്, അതും കുട്ടികളുടെ കഫ് സിറപ്പിൽ? സാധാരണ ഒരു കഫ് സിറപ്പ് നിർമ്മിക്കുമ്പോൾ അതിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്യാറുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഫ് സിറപ്പിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ആ കഫ് സിറപ്പിന് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട് കൂടിയാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ചില ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചേഴ്സ് അറിഞ്ഞോ അല്ല അറിയാതെ അവരുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ എന്ന് വെച്ചാൽ ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലോ ഗ്രേഡ് ആയിരിക്കും. ചിലപ്പോൾ അവരുപയോഗിക്കുന്ന ഈ ഗ്ലിസറിൻ അല്ലെങ്കിൽ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ടേഡ് അല്ലെങ്കിൽ മായം ചേർത്തതാവാം. അതും ഈ ഡൈഎത്തിലിൻ ഗ്ലൈക്കോളിന്റെ പ്രസൻസിന് കാരണമാകാം. ഭാവിയിൽ ഇനി ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഒന്നാമത്തെ ആള് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് തന്നെയാണ്. കാരണം അവരുപയോഗിക്കുന്ന എല്ലാ റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളും സുപ്പീരിയർ ഗ്രേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹയർ ഗ്രേഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ എല്ലാ റോ മെറ്റീരിയൽസിനെയും ഇനീഷ്യലി ടെസ്റ്റും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തത് നമ്മുടെ സിസ്റ്റമാണ്, അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റിയാണ്. അവരെല്ലാ ബാച്ചസിനെയും ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിയമം തെറ്റിക്കുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷയും കൊടുക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തത് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഒരു ഫാർമസിസ്റ്റുമാണ്. എപ്പോഴും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനോട് അലേർട്ടായി ഇരിക്കുക. നാലാമത്തത് പേരൻസ് ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുമ്പോൾ അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ നേരിട്ടങ്ങ് ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പ് കൊടുക്കരുത്. അഥവാ ഇനിയിപ്പോൾ ഡ്രോപ്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ അണ്ടർ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രം കൊടുക്കുക. സാധാരണ നമ്മളൊരു കഫ് സിറപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കോണ്ടന്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റുമാണ് നോക്കാറ്. ഇനിയിപ്പോൾ അതിന്റെ ബ്രാൻഡ് നെയിമും കൂടി നോക്കേണ്ട അവസ്ഥയാണ്. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ ദിസ് വീഡിയോ, ബിക്കോസ് സേഫ്റ്റി സ്റ്റാർട്ട്സ് വിത്ത് knowledge.